നമ്മളെ പിറവത്തെ നിയോജകമണ്ഡല ഇലക്ഷന്റെ ചൂടിലാണ്. ഇലക്ഷൻ പ്രചരണങ്ങളെല്ലാം നടക്കുകയാണ്. വിവിധ സ്ഥാനാർത്ഥികളെല്ലാം മത്സരത്തിൽ എത്തുകയാണ്. പിറവത്തെ ഈ ഒരു ഇലക്ഷനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കുഴപ്പമില്ല. ഇതിലിപ്പോൾ അനൂപ് ജയിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ രണ്ടുപേരും കുഴപ്പമില്ല എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. നല്ലൊരു മത്സരം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ടോ? നല്ല മത്സരം നടക്കും, കുഴപ്പമില്ല. ഈ ഒരു 5 വർഷക്കാലത്തെ ഒരു വികസന പ്രവർത്തനങ്ങൾ പിറവ് നിയോജക മണ്ഡലത്തിൽ താങ്കളൊരു അത്യാവശ്യം ഇവിടെ വണ്ടിയൊക്കെ ഓടിച്ച് നടക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നൊരു വിശ്വാസമുണ്ടോ? കുഴപ്പമില്ല, അത്യാവശ്യം വികസനം നടന്നിട്ടുണ്ട്, കുഴപ്പമില്ലാതെ പോകണം. നമ്മൾ ഇനിയിപ്പോൾ പിറവം നിയോജക മണ്ഡലത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ചേട്ടാ നമസ്കാരമുണ്ട്. ഇലക്ഷന്റെ പ്രചരണത്തിലൊക്കെ ആണല്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കണം. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അറിയത്തില്ലേ. നല്ല ശക്തമാണോ മത്സരം? ശക്തമായിട്ടുള്ള മത്സരം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഈ ഒരു നിയോജക മണ്ഡലത്തിലെ വിലയിരുത്തൽ എന്താ താങ്കളുടെ? വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൂപ് ജേക്കബിന്റെ ഒരു നിയോജക മണ്ഡലമാണ് വർഷങ്ങളായിട്ടുള്ളത്. അത് തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ അനൂപ് ജേക്കബിന്റെ നിയോജക മണ്ഡലമാണ്. ഇവിടെ ഒരു തുടർ ഭരണം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തുടർച്ച ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ജനങ്ങൾ ഒത്തിരി പേരുണ്ട്, അപ്പം അവരോടൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇരുമുണ്ട്. ആ ചേട്ടന്മാരോട് ചേട്ടൻ നമസ്കാരം. അപ്പോൾ പിറവം നിയോജക മണ്ഡലത്തിന്റെ ഇലക്ഷന്റെ ചൂടിലാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ ശക്തമായ രീതിയിൽ വന്നിനി അടുത്ത ആഴ്ച വോട്ട് ചെയ്യണം. എന്നാ ചേട്ടൻ്റെ ഈ ഒരു നിയോജക മണ്ഡലത്തിലെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു? നിയോജക മണ്ഡലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല വികസനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. LDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഇവിടെ ഈ പിറവം നിയോജക മണ്ഡലത്തിൽ ഓട്ടോമാറ്റിക്കലി ഒരു 5 വർഷക്കാലമായിട്ട് ചേട്ടൻ ഈ ഒരു ചേട്ടൻ്റെ കാഴ്ചപ്പാടാണ് ശരിക്കുമുള്ളത്. നമ്മൾ രാഷ്ട്രീയം പറയരുത്, അല്ലാതെ ഒരു നമ്മുടെ വികസനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും താങ്കൾ പറയണത്? വികസനം സാധാരണ മട്ടിലുണ്ട്. ഇത് മതിയോ? കൂടുതൽ വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്താണെങ്കിലും ഒരു നല്ല വികസനം ഉണ്ടാവും. LDF UDF തമ്മിലുള്ള ഒരു മത്സരമാണ് അല്ലേ? അപ്പോൾ ഒരു നല്ല മത്സരം ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ വികസനമൊക്കെ ഉണ്ട്, പക്ഷെ വികസനത്തിന്റെ ഒപ്പം തന്നെ അത്യാവശ്യം കുറച്ചും കൂടി വികസനമൊക്കെ വേണമെന്നാ ചേട്ടൻ്റെ ഒരു ആഗ്രഹമുണ്ട്. ഇനി ഇവിടെ നിലവിൽ കുറച്ച് പേരും കൂടി അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ ഇവിടെ ഒരു ചേട്ടനോട് നിൽപ്പുണ്ട്. അപ്പോൾ ആ ചേട്ടനോട്, ചേട്ടൻ നമസ്കാരം. ഈ പിറവത്തെ നിയോജകമണ്ഡല ഇലക്ഷന്റെ ചൂടിലാണ്. അപ്പൊ അതിനേക്കാളും വലിയ ചൂടാണ് ഇപ്പൊ. 35 ഡിഗ്രി ചൂടുണ്ട്. ചേട്ടൻ നമ്മളൊക്കെ നടക്കണ ഭയങ്കര അത്ഭുതമായിട്ടാണ്. ഈ MLA-മാരും സ്ഥാനാർത്ഥികളൊക്കെ നടക്കണ ഭയങ്കര അത്ഭുതമായിട്ട്. അവരൊക്കെ ഈ ചൂടത്ത് എങ്ങനെ സഹിക്കണം? ഒരു മാസം നടന്നാൽ മതിയല്ലോ. അവർക്ക് ഭാവി ഉണ്ടല്ലോ. ഭാവിയുണ്ട്, നമുക്ക് ഭാവിയില്ല. മറ്റേതുണ്ടോ? അപ്പൊ എന്താണെങ്കിലും എന്താണ് ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് പിറവം നിയോജകമണ്ഡലത്തിലെ ഇലക്ഷന്റെ? നല്ല മത്സരം ഉണ്ടാവോ? നല്ല മത്സരം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഒരു ചുരുങ്ങിയത് ഒരു 4-5 സ്ഥാനാർത്ഥിമാരുണ്ട്, അറിഞ്ഞായിരുന്നോ? എല്ലാ പാർട്ടിയുടെയും. അപ്പൊ എന്താണ് ചേട്ടനൊരു കാഴ്ചപ്പാട്? ഇവിടെ വികസനം ഇനിയും വരണം എന്നാണോ, ഇപ്പൊ ഉള്ളത് മതി എന്നാണോ? വികസനം വരണം. ഇതുവരെയുള്ള പഠിച്ച പാർട്ടി ഇനിയും വരണം. വീണ്ടും LDF വരണം, തീർച്ചയായിട്ടും. അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനം എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവർ അടിയിടിയുമ്പോഴോ കുത്താന്മാര് മന്ത്രി MLA ഉണ്ടാക്കാനുള്ള നേരമുള്ളൂ. സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റിയൊരു കാലാവസ്ഥ 10 കൊല്ലമായിട്ടുണ്ട്. അപ്പൊ ഇനി വീണ്ടും തുടർഭരണം വേണം തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇടതുമുന്നണിയുടെ ഒരു ഭരണം വീണ്ടും ഒരു 3ാം ഭരണം വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം പറയുന്നു. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ ഓണക്കൂർ ജംഗ്ഷനിൽ അവിടെ ഈ റോഡ് ക്രോസ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഈ ഓണക്കൂർ ജംഗ്ഷനിലെ പ്രത്യേകത, ഒരു ചേട്ടന് ഒരു അഭിപ്രായം പറയാനായിട്ടൊരു ചേട്ടൻ ഉണ്ട്. ചേട്ടൻ നമസ്കാരം. റോഡിന് വട്ടം നിൽക്കണ്ട, നമുക്ക് മാറി നിൽക്കാം. വാഹനങ്ങൾ, ഇത് ഓശാന TV പിറവം ചാനലാണ്. അപ്പൊ അങ്ങോട്ട് നോക്കുക. അപ്പൊ നമ്മളിപ്പോ പിറവത്തൊരു ഇലക്ഷന്റെ ചൂടിലാണ്. അല്ല, അതിനേക്കാളും വലിയ ചൂടാണ് നമുക്ക്. രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം ഒരു 5 മണി വരെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സ്ഥാനാർത്ഥികളൊക്കെ ചൂടത്ത് വോട്ട് പിടിച്ച് നടക്കുവാണ്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ഈ ഒരു നിയോജക മണ്ഡലത്തിലെ എങ്ങനെയായിരിക്കും വികസന നേട്ടങ്ങളും ഒക്കെ നോക്കിക്കൊണ്ട് വിജയ പരാജയങ്ങൾ എന്ന് പറയാമോ? എങ്ങനെ നോക്കിയാലും അനൂപ് ജേക്കബ് ഒരു 10,000 വോട്ടിന് ഭൂരിപക്ഷം ജയിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്ക് 25,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്പൊ 10,000 കുറയോ? ഏറ്റവും അന്നേരം ഏറ്റവും കുറഞ്ഞത് കിട്ടണം എന്നാണ് ആഗ്രഹം. അപ്പൊ എന്താണെങ്കിലും ഈ ചേട്ടന്റെ അഭിപ്രായത്തില് റോഡൊക്കെ ബ്ലോക്കാണ്. ഈ ചേട്ടന്റെ അഭിപ്രായത്തിലൊരു
ഒരു 10,000 വോട്ടിനെങ്കിലും അനൂപ് ജേക്കബ് ജയിക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഈ ചേട്ടൻ അല്ലെ? വികസനം ഉണ്ടോ? വികസനമുണ്ട്. നന്നായിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ഇനി കുറച്ചും കൂടി അടുത്ത പ്രാവശ്യം അനൂപ് ജേക്കബ് ജയിച്ചു വരുക, മന്ത്രിയൊക്കെ ആവുകയാണെങ്കിൽ കുറച്ചും കൂടി വികസനം ഉണ്ടാവും. ഉണ്ടാവും. നമുക്കൊരു മന്ത്രിയെ കിട്ടും. മന്ത്രിയെ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഗുണങ്ങളുള്ളൂ, ദോഷങ്ങളൊന്നുമില്ല. എന്താണെങ്കിലും ഇദ്ദേഹം പറയണത് ഇവിടെ ഒരു ദോഷങ്ങളെക്കാളും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുന്നത് അനൂപ് ജേക്കബ് വീണ്ടും ജയിച്ചു വന്നാൽ മതി എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എല്ലാവരും മനസ്സിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഒരു കള്ളത്തരങ്ങളും ആരോടും ഒന്നും ചോദിക്കുന്നില്ല. അവിടുന്ന് ഒരാളോട് കൂടി ചോദിക്കാം നമുക്ക്. സാറേ നമസ്കാരം. എന്താണെങ്കിലും നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ ചൂടിലാണ്. അപ്പൊ സ്ഥാനാർത്ഥികളെല്ലാം എത്തിയോ? സ്ഥാനാർത്ഥികളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് സാറിന്റെ കാഴ്ചപ്പാടിൽ ഒരു സാധാരണഗതിയിൽ ഇവിടത്തെ ഈ പിറവം നിയോജക മണ്ഡലത്തിലെ മത്സരം ഉണ്ടോ ഇലക്ഷനിൽ? ഇപ്പൊ നിലവിൽ വലിയ മത്സരമൊന്നും കാണൂല. കാര്യം ഇപ്പൊ ഇയാൾ സാബു ജേക്കബൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ ഇറങ്ങിയിട്ട് അധികം നാളായില്ല. അനൂപ് ജേക്കബ് ആണെങ്കിൽ ഇവിടെ ഒരിക്കലും 10,000-20,000 വോട്ടിന് ലീഡ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് വിജയ പരാജയങ്ങൾ ആർക്കാന്ന് പറയാൻ പറ്റൂല. നല്ല മത്സരം ഉണ്ടാവും. മത്സരം ഉണ്ടാവും. അപ്പൊ സാറിന്റെ അഭിപ്രായത്തില് ആര് ജയിക്കും എന്ന് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഏപ്രിലില് വോട്ടിംഗ് കഴിഞ്ഞിട്ട് മെയിലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു നല്ല മത്സരം ഉണ്ടാവും. ആര് ജയിക്കുമെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല എന്നാണ് പറയുന്നത്. നമുക്കിനി നമുക്ക് ഈ അപ്പുറ സൈഡിൽ വാഹനങ്ങൾ വന്നത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും അപ്പുറ സൈഡിലുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ജനങ്ങൾക്ക് നിരവധി അഭിപ്രായങ്ങളുണ്ട്. എല്ലാവർക്കും പാർട്ടി ഉണ്ടാവും. ഓരോ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നവരുണ്ട്. ജനങ്ങൾ ആരോടും ഒരു അഭിപ്രായവും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണെങ്കിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനാണ് നമ്മൾ ഓശാന TV ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എന്താണെങ്കിലും പിറവം നിയോജക മണ്ഡലത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേട്ടാ നമസ്കാരം. ഇപ്പൊ എന്താണെങ്കിലും ഇലക്ഷന്റെ ചൂടിലാണ് അല്ലേ? അതിനേക്കാളും പൊരി ചൂടിലാണ് നമ്മള്. 10-35 ഡിഗ്രി ചൂടിലൊക്കെ നിന്ന് നമ്മൾ നിൽക്കുവാണ്. എന്താണ് ഈ പിറവം നിയോജക മണ്ഡലത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? സ്ഥാനാർത്ഥികളൊക്കെ എത്തിയോ? സ്ഥാനാർത്ഥികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എങ്ങനെയായിരിക്കും ഒരു സ്വതസിദ്ധമായിട്ട് ഓപ്പൺ മൈൻഡ് ആയിട്ട് പറയുക? ഓപ്പൺ മൈൻഡ് ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നല്ല ഒരു ചൂടേറിയ മത്സരം തന്നെയാണ് ഇവിടെ. കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നുള്ള വ്യത്യാസമായിട്ട് മത്സരം ഉണ്ടാവുമോ? മത്സരം ഉണ്ടാവും, പ്രതീക്ഷിക്കാം. അത് എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം? സ്ഥാനാർത്ഥികളിലെ രണ്ടുപേരും നല്ല മികച്ച സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ നിലവാരമുണ്ട് രണ്ടുപേർക്കും. അതുകൊണ്ട് തന്നെ ജയപരാജയങ്ങൾ പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും മത്സരം ഉണ്ടാവും. ചേട്ടന്റെ അഭിപ്രായത്തിലോ? അത് തന്നെയാണ്. നല്ലൊരു മത്സരം ഉണ്ടാവും. പക്ഷെ മത്സരം ഉണ്ടാകുന്നതല്ലേ നല്ലത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു മത്സരത്തിന് അടിസ്ഥാനമാകുമ്പോൾ രണ്ട് ആൾക്കാർക്കും ജനങ്ങളോട് ഒരു പ്രതിബദ്ധത ഉണ്ടാവും അല്ലെ? അതായിരിക്കും അല്ലേ? ഈ വികസന കാഴ്ചപ്പാടുകൾ എങ്ങനെയുണ്ട്? നമ്മുടെ ഈ പിറവത്ത് വികസനമൊക്കെ ഉണ്ടോ? വികസനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നിലവാരത്തിലോട്ടൊന്നും വന്നിട്ടില്ല നിലവില്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്നത് പൊതുജനം പറയേണ്ടത് തന്നെയാണ്. അതൊരു വിഷയമാണ്. അധികം ഇങ്ങോട്ട് വികസനം എന്ന് പറയാൻ പറ്റുന്ന ഉണ്ടായിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇനിയും കാര്യങ്ങളൊന്നും തീരെ ഇല്ലാന്നല്ല, ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഒന്നും കൂടെയൊക്കെ ഒന്ന് എല്ലാവരും അപ്ഡേറ്റ് ആവണം. അതന്നെയാണ് ചേട്ടന്റെ അഭിപ്രായം. വികസനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ പിന്നെ ഒരു ഭരണമാറ്റം ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടുത്തെ MLA UDF-ന്റെയും ഭരണം LDF-നുമാണ്. അപ്പൊ പുള്ളി ചെയ്യാവുന്ന മാക്സിമം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഏതൊരു കാര്യത്തിലും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാണ്ട് തീർച്ചയായിട്ടും എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു മുഖമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏത് സമയത്തും ഒരു വെളിപ്പാടകലുള്ള ആളാണ്. നമുക്ക് ധൈര്യമായിട്ട് എന്തൊരു ആവശ്യത്തിന് പുള്ളിയുടെ മുമ്പ് കയറി ചെല്ലാം. മറ്റൊരാളെ താങ്ങി ചെല്ലേണ്ട കാര്യമില്ല. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭരണം കിട്ടിയാൽ പുള്ളിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭരണം കിട്ടിയാൽ പുള്ളി ഒരു മന്ത്രിയാവും. തീർച്ചയായും മന്ത്രിയായ പിറവത്തിന് ഗുണമുണ്ടാവും. 100%. അപ്പൊ ഈ രണ്ട് സ്നേഹിതന്മാരുടെ അഭിപ്രായത്തില് വികസന കാഴ്ചപ്പാടുകള് ജനം നോക്കണം. ഒപ്പം തന്നെ എന്താണ് പിറവത്ത് ഒരു മത്സരം ഉണ്ടാവുമെന്ന് എല്ലാവരും ഇപ്പൊ നമ്മൾ ചോദിച്ച ആൾക്കാരെല്ലാവരും മത്സരം ഉണ്ടാകും. കാരണം UDF LDF-ഉം ഒരു പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതിനോട് മത്സരം ഉണ്ടാവില്ലെന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞാൽ 10,000 വോട്ടിനെങ്കിലും അനൂപ് ജേക്കബ് ജയിക്കും എന്ന് പറയുന്നുണ്ട്. മറ്റേ ആൾക്കാർ നല്ല മത്സരം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ വോട്ടായി മാറുമ്പോഴാണല്ലോ മത്സരങ്ങൾ വരുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത ആൾക്കാരോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരം. പിറവം നിയോജകമണ്ഡലത്തിലെ ഇലക്ഷന്റെ ചൂടിലാണ്. അപ്പൊ അങ്ങോട്ട് നോക്കിക്ക്. അപ്പൊ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ ഒരു പിറവത്താണോ വോട്ട്? പിറവം നിയോജകത്തിലാണോ വോട്ട്? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ പ്രാവശ്യം അനൂപ് ജേക്കബ് ഒരു 1000 വോട്ടിനെങ്കിലും മുന്നിൽ വരും. 1000 വരും. തർക്കമില്ലാത്ത കാര്യമാണ്. വികസനമുണ്ടോ അവിടെ? വികസനമുണ്ട്. പിന്നെ പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എപ്പോൾ ചെന്നാലും നമുക്ക് ഒരു സ്വാഗതമുണ്ട്.
വേറെ ഒരു പാർട്ടിക്കാരുടെ അടുത്ത് നമുക്ക് അങ്ങനെ സ്വാഗതമില്ല. നമുക്ക് കയറി ചെല്ലാൻ ചില ഇടമുണ്ട് നമുക്ക് അത് തന്നെ ഉദ്ദേശിച്ചാൽ മതി. വേറെ ഒന്നും നമ്മൾ നോക്കിയില്ലെങ്കിലും നമ്മൾ എപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നോ സ്വാഗതം. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലും അനൂപ് ജേക്കബ് ഇവിടെ മത്സരാർത്ഥിയായിട്ട് വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ എപ്പോൾ ചെന്ന് ചോദിച്ചാലും ഒരു കാര്യങ്ങൾ ചോദിച്ച് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഓപ്പൺ ആണ്, ഗേറ്റ് തുറന്നു കിടക്കുകയാണ് അനൂപ് ജേക്കബിന്റെ എന്നാണ് പറയുന്നത്. നമുക്കിനി ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. ബേക്കറിയിൽ ചേട്ടാ നമസ്കാരം. ഇപ്പൊ എന്താണെങ്കിലും ഇലക്ഷന്റെ ചൂടിലാണ് മോനെ. ഈ പിറവം നിയോജകമണ്ഡലത്തിലെ ഓർഡറാണോ? ആണ്. അപ്പൊ ഇദ്ദേഹത്തിനോട് ചോദിക്കാം, മോനെ എങ്ങനെയുണ്ട്, ചൂടുണ്ടോ ഇലക്ഷന്റെ? ചൂടുണ്ട്. നമുക്കും ചൂടാണോ? എത്ര ഡിഗ്രി ചൂടിലാ നിക്കണേ? 35 ഡിഗ്രി ചൂട്, 40 ഡിഗ്രി ചൂടിലൊക്കെയാണ് ആൾക്കാർ നിക്കണേ. എങ്ങനെയുണ്ട് പിറവത്തിന്റെ വികസനം ഉണ്ടോ? അത്യാവശ്യം വികസനം ഉണ്ട്. ഈ ഇലക്ഷന് മത്സരം ഉണ്ടാവോ? ഉണ്ടാവും. നല്ലൊരു മത്സരം പ്രതീക്ഷിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നല്ലൊരു മത്സരം പ്രതീക്ഷിക്കും. ഹെൽമെറ്റ് വെച്ചേക്കാൻ പുള്ളിനെ ആരും തിരിച്ചറിയില്ല, എന്നാലും കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ഇവിടുത്തെ ഒരു ഇലക്ഷന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് UDF വോട്ടാണ്. അപ്പൊ അതിനെ മാറ്റം വരാൻ സാധ്യതയില്ലെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ വികസനം ഉണ്ടോ? വികസനം ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നും. പുതിയ വികസനങ്ങൾ വരണം എന്നുള്ളത് വരണം, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും UDF മണ്ഡലമായതുകൊണ്ട് വീണ്ടും UDFന്റെ സ്ഥാനാർത്ഥിയാണ് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലും സാധ്യതകൾ കൂടുതലും UDFന്റെ ഒരു മണ്ഡലമായതുകൊണ്ട് UDFന് ഒരു വിജയം പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെയും അവരവരുടെ മനസ്സിൽ നിന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമുക്കിനി അടുത്ത ഒരാളോടുകൂടി ചോദിക്കാം. ചേട്ടാ നമസ്കാരം. പിറവം നിയോജകമണ്ഡലത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചോദിക്കാനായിട്ട് എത്തിയതാ. അപ്പൊ എന്താണ് ഈ ഒരു നിയോജക മണ്ഡലത്തിനെ കുറിച്ച് പറയാനുള്ളത്? വികസന കാഴ്ചപ്പാടില് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു മണ്ഡലമാണ് പിറവം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ഈ MLA വെറും നിഷ്ക്രിയനായ MLA. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ അഞ്ചപ്പെട്ടി താമസിക്കുന്ന ആളാണ്. അഞ്ചപ്പെട്ടി ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് റോഡുണ്ട്. ആ റോഡിന് ഒരു 700 മീറ്ററേ ഉള്ളൂ. ഇപ്പം അത് ഇതുവരെ അയാൾ ചെയ്തില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് അതിൽ 300 മീറ്റർ ചോദിച്ചു, ബാക്കി ഭാഗം കിടക്കുക. പിന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും നല്ല സാധ്യതയുള്ള IT മേഖലയിൽ ഒരുപാട് നമ്മുടെ പിറവം MLA ആയിരുന്ന MJ ജേക്കബ് ഉള്ളത് ഒരു ടെക്നോളജി ഉണ്ട്. അവിടെ ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കാം. അതൊന്നും ചെയ്തിട്ടില്ല. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ മോശപ്പെട്ട ഒരു MLA. എന്താണെങ്കിലും പിറവം നിയോജകമണ്ഡലത്തിൽ മത്സരം ഉണ്ടാവുമോ? കടുത്ത മത്സരം ഉണ്ടാവും. LDFും UDFും തമ്മിൽ നല്ല ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു വരും. നല്ല സ്ഥാനാർത്ഥി ജയിച്ചിരും. നല്ല സ്ഥാനാർത്ഥി LDFന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നത് എൻ്റെ ആഗ്രഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറഞ്ഞു, LDFന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലുള്ള ഒരു വിജയ പരാജയങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്താണെങ്കിലും നമുക്ക് ഓണക്കൂറിൽ നിന്ന് ഇനി നമുക്ക് പിറവം ഭാഗത്തേക്ക് പോവാം. വെയിലും അത് അല്ലെങ്കിൽ രാത്രിയായി. അപ്പൊ നമ്മളിനി ഓണക്കൂറിൽ നിന്ന് പോവുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഇലക്ഷന്റെ ചൂടുണ്ടോ? ഇലക്ഷൻ ചൂട് എന്ന് പറഞ്ഞാൽ നല്ല കാരണം നമുക്ക് കുറച്ച് ദിവസമല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് കിട്ടിയ ദിവസങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ള രീതിയിൽ വളരെ ഊർജിതമായിട്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കാര്യമായ മത്സരം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ കയറുന്നിടത്തെല്ലാം നമുക്കറിയാമല്ലോ, നമുക്കിതിനു മുമ്പ് നമ്മുടെ എതിർ സ്ഥാനാർത്ഥി ചെയ്ത പ്രവർത്തനങ്ങൾ പുള്ളിക്ക് തിരിച്ചടിക്കുന്നുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത്. നമ്മൾ എവിടെ കയറിയാലും അനൂപ് ജേക്കബ് തരംഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നൊരു ഉറപ്പ് എനിക്ക് ഉണ്ട്. എന്താണെങ്കിലും അടുത്ത് നമുക്ക് വേറെ ഒരാളോട് ചോദിക്കാം. നമ്മുടെ ഇവിടെ ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയോടൊന്ന് ചോദിക്കാം. പിറവം നിയോജക മണ്ഡലത്തിലെ ഇലക്ഷന്റെ തിരക്കിലാണ്. അപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം എത്തിയിട്ടില്ല. എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂടാണോ അതോ പൊതുവേ ഉള്ള ചൂടാണോ കൂടുതൽ? പൊതുവെയുള്ള ചൂടാ കൂടുതൽ. വികസനങ്ങളോ? ഇപ്പൊ എന്താണെങ്കിലും ഒരു മത്സരം ഉണ്ടാവും പിറവം നിയോജക മണ്ഡലത്തിൽ ഇലക്ഷൻ നല്ല മത്സരം ഉണ്ടാവും. അപ്പൊ എന്താണെങ്കിലും ഒരു മത്സരം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും രാഷ്ട്രീയ ചൂട് കൂടുന്നതിനനുസരിച്ച് ഒരു മാസക്കാലം വോട്ട് ചോദിച്ച് നടക്കുകയാണ്. അപ്പൊ നമുക്കിനിയിപ്പോ ഈ ലൈവാ. അപ്പോൾ പിറവം നിയോജകമണ്ഡലത്തിലെ ഇലക്ഷൻ ചൂടിലാണ്. ഇലക്ഷൻ പ്രചരണങ്ങളെല്ലാം നടക്കുകയാണ്. അപ്പോൾ നിലവിൽ എങ്ങനെയാണ് ഇത്തവണത്തെ ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട്?
ഇത്തവണത്തെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നല്ല മത്സരമാണ്. നല്ല മത്സരം ഉണ്ടാവും. കഴിഞ്ഞ ടൈമിനേക്കാളൊക്കെ കൂടുതൽ മത്സരം മത്സരം വരും ഉണ്ടാവും. ഇലക്ഷന്റെ ചൂടിനേക്കാളും വലിയ ചൂടാണ് ഇപ്പൊ പിറവത്ത് ചൂട്. ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂട്. അതുകൊണ്ടാണ് വൈകുന്നേരം ഇറങ്ങിയത്. അത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരമുണ്ട്. പിറവം നിയോജകമണ്ഡലത്തിലെ വോട്ടറാണോ? അല്ലല്ല, എവിടത്തെയാ? ഞാൻ കോട്ടയം. ആ കോട്ടയം ജില്ലക്കാരനെ കിട്ടിയിട്ടുണ്ട്. കോട്ടയത്ത് ആരാ സ്ഥാനാർത്ഥി? വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്? കോട്ടയംകാരൊക്കെ പിറവത്ത് മീൻ മേടിക്കാൻ വന്നപ്പോ മനസ്സിലായില്ലേ? പിറവ നിയോജകമണ്ഡലത്തിലെ ഇലക്ഷൻ ചൂടിലാണ്. ഇലക്ഷൻ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. നല്ല ചൂടുണ്ട്. നല്ല ചൂടാ. 35-40 ഡിഗ്രി ചൂടാണോ? അതിനേക്കാളും വലിയ ചൂടിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ. ഇലക്ഷന്റെ ചൂടാണ്. മത്സരം ഉള്ള ഒരു മണ്ഡലമാണോ പിറവ നിയോജകമണ്ഡലം? മത്സരം എന്ന് പറഞ്ഞാൽ സാബുക്ക് ജേക്കബ് വന്നോടുകൂടി മത്സരം ഇച്ചിരി കടുപ്പിച്ചു. ഒരു സാധാരണ ഒരു പ്രതീതി കഴിഞ്ഞ ടൈമിലൊക്കെ ഉണ്ടായിരുന്നത് വലിയ മത്സരം ഇല്ലാത്ത രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ ഓടിയത്. കഴിഞ്ഞ ടൈമിൽ ഒരു 1.5 ലക്ഷം വോട്ടായിരുന്നു പിറവ നിയോജകമണ്ഡലം. ഇപ്പൊ അത് 2 ലക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടാവും ഒരു പിറവത്തുകാരനായ ഒരു വോട്ടർ എന്നുള്ളതിൽ എന്തായിരിക്കും താങ്കളുടെ കാഴ്ചപ്പാട്? രീതിയിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടുകാരനായ സാബുക്ക് ജേക്കബ് ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. വികസനം ഉണ്ടോ അവിടെ? വികസനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ശരിക്കും പൊതു അഭിപ്രായമാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. കാരണം രാഷ്ട്രീയം ഒന്നും ചോദിക്കുന്നില്ല. പൊതുവിലെ പിറവത്തെ വികസനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത്. എന്റെ നാട്ടുകാരനായ സാബുക്ക് ജേക്കബ്, എനിക്ക് അനൂപ് ജേക്കബിനോട് യാതൊരു വൈരാഗ്യമില്ല. ഞാൻ നല്ലൊരു കോൺഗ്രസ്സുകാരനുമാണ്. ഇന്ന് വരെ കോൺഗ്രസിനെല്ലാം വോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാനും എൻ്റെ കുടുംബവും സാബുക്ക് ജേക്കബിനാണ് വോട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും മുനിസിപ്പൽ ചെയർമാൻ ആയിട്ടിരുന്നപ്പോഴും എനിക്ക് ഇൻഡിവിജ്വലായിട്ടും അല്ലാതെ പൊതുവെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ മനുഷ്യനെ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും സാബു ജേക്കബിനെ ഞാൻ വോട്ട് ചെയ്യുന്നു. എന്താണെങ്കിലും എല്ലാവരും ഇപ്പോൾ ഓണക്കൂറൊക്കെ ചോദിച്ചവരൊക്കെ ആണെങ്കിലും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ഒരു 2 പേരോടും കൂടി ചോദിച്ചതിന് ശേഷം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ചേട്ടൻ വൈക്കംകാരനല്ലേ? ചെറുപ്പ നിയോജകമണ്ഡലം അല്ലല്ലോ. വൈക്കത്ത് എങ്ങനെയുണ്ട് മത്സരം? അടിപൊളി മത്സരമാണ്. അവിടെ ത്രികോണ മത്സരമാണോ? അവിടെ എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ? അടിപൊളിയാണ്. എത്രത്തോളം വോട്ടർമാരുണ്ട് അവിടെ? അറിയില്ല. വോട്ട് ചെയ്യാൻ പോവോ? എല്ലാ ദിവസവും പോയി വരുവാണോ? എന്നാലും ചേട്ടൻ വൈക്കംകാരനാണ്. വൈക്കംകാരനായതുകൊണ്ട് അദ്ദേഹം വോട്ട് ചെയ്യാനായിട്ട് അവിടെ പോകും എന്നുള്ളൊരു ചിന്തയാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഈ പിറവ നിയോജകത്തിലെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ചൂട് ഉള്ള സമയത്ത് നമ്മൾ ജനങ്ങളോടെല്ലാം ചോദിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഏകദേശം നല്ല രീതിയിൽ നാളെയാണ് ഇത് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ 7 മണിയായി. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രചരണ ചൂടിൽ രാഷ്ട്രീയക്കാർ നടക്കട്ടെ, വോട്ടുകൾ തേടി ജനങ്ങളെ അന്വേഷിച്ച് പാർട്ടിക്കാർ നടക്കട്ടെ. നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യണം. CF